ഒരുക്കത്തോടു കൂടിയോ അല്ലെങ്കിൽ പ്രതീക്ഷയോടു കൂടിയോ ഒന്നുമല്ല വൈദികനായത്. സഭ ഒരു സാമൂഹ്യ സംഘടനയല്ല. സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെങ്കിൽ വൈദികനാകണമെന്നില്ല, അല്ലെങ്കിൽ മെത്രാനാകണമെന്നില്ല. ആർക്ക് വേണമെങ്കിലും സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം. നേരത്തെയൊക്കെ കോളേജുകളിലായിരുന്നു ഗസ്റ്റ് ലെക്ചറർമാരുണ്ടായിരുന്നത്. ഏതാണ്ട് ആ ഒരു നിലയിലേക്ക് സ്കൂളുകളിലും എത്തിയിരിക്കുകയാണ്. ഗസ്റ്റായിട്ട് ആളുകളെ വിളിച്ച് വാക്ക്-ഇൻ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ വിദ്യാഭ്യാസപരമായി കുട്ടികളെ എംപവർ ചെയ്യുക. നമ്മുടെ കുട്ടികളെ എംപവർ ചെയ്തെങ്കിൽ മാത്രമേ സഭ വളരുകയുള്ളൂ. ഇതിനെ ചില നേതാക്കന്മാർ, സഭാ നേതാക്കന്മാർ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. കുറേ മധ്യവയസ്കരും വയസ്സരുമായ ആളുകളുടെ ഒരു കൂട്ടമായി ഇടവകൾ, സഭകൾ മാറുന്നുണ്ട്. ഈ യുവാക്കളുടെ ഒരു ട്രെൻഡാണ് ഇവിടെ പഠനം, പ്രത്യേകിച്ച് +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് യാത്രയാവുക, ഇവിടെ നിന്ന് കയറിപ്പോവുക എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നതിന് കുട്ടികൾക്ക് അന്തസ്സോടെ ഒരു പഠനം കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ യുവജനങ്ങളുടെ ഈ ഒരു കുടിയേറ്റം അത്യന്തം ആശങ്കയോടും കൂടിയാണ് സഭ മുഴുവനും കാണേണ്ടത്. നമസ്കാരം, ഗുഡ്നെസ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മാവേലിക്കര രൂപതയുടെ പുതിയ ഇടയൻ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് പിതാവാണ്. നമുക്കറിയാം, ദീർഘകാലം വൈദികനായും സഹമെത്രാനായും അധ്യാപകനായും അതോടൊപ്പം വലിയൊരു സാമൂഹിക പ്രവർത്തകനുമായൊക്കെ സേവനം അനുഷ്ഠിച്ചുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തെ ജീവിതത്തെ പറ്റിയും ദൈവിക പരിപാലന എങ്ങനെയായിരുന്നുവെന്നും അതോടൊപ്പം മാവേലിക്കര രൂപതയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് കേൾക്കാം. പിതാവ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. നമസ്കാരം പിതാവേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമസ്കാരം. തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ സഹായം മെത്രാനായിരിക്കെയാണ് പുതിയ നിയമനം. തീർച്ചയായും വളരെ സന്തോഷത്തിന്റെയും അതോടൊപ്പം ദൈവിക പരിപാലനയുടെയൊക്കെ ഒരു നേർക്കാഴ്ച തന്നെയാണിത്. അപ്പോൾ പിതാവിന് എന്താണ് ഈ ഒരു പുതിയ നിയമനത്തെ പറ്റി പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഇപ്പോൾ? നിങ്ങൾ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ ഒരവസരമാണ്. അതോടൊപ്പം തന്നെ വളരെയേറെ ആശങ്കയും ഈ ഒരു നിയോഗത്തിൽ ഞാൻ കാണുകയാണ്. സന്തോഷം എന്ന് പറയുമ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം, ഇതുവരെയും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. വൈദികനായിട്ട് 43 വർഷം തികയാൻ പോകുന്നു ഈ വർഷം ഡിസംബർ ആകുമ്പോൾ. അപ്പോൾ ഈ കാലം അത്രയും ദൈവ പരിപാലന അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ പരിപാലനയുടെ ഭാഗമാണ് വൈദിക പട്ടത്തിൻ്റെ പൂർത്തീകരണം എന്നതുപോലെ മെത്രാൻ പദവിയിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടത്. അത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് പോയത്. ഒരു ദിവസം കൊണ്ട് ഒരു മെത്രാൻ പദവിയിൽ എത്തുകയല്ല ചെയ്തത്. എപ്പോഴും വൈകിയാണ് എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. ഇതും അതുപോലെ വൈകിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സന്തോഷം തന്നെയാണ് ഇത്. ആശങ്ക എന്ന് പറയുമ്പോൾ ഒരു പുതിയ സ്ഥലമാണ്, എന്നാൽ പുതിയ സ്ഥലമല്ല. എൻ്റെ ഇടവക ഈ മാവേലിക്കര രൂപതയിൽപ്പെട്ട പുത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു പുതിയ സ്ഥലത്ത് ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ഒരു നിയോഗത്തിന് അപ്പുറമായി മറ്റൊരു നിയോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായ ഒരാശങ്കയാണ് ഞാൻ പങ്കുവച്ചത്. ആശങ്കയെന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ പുതിയ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഒന്നാമതായി തിരുവനന്തപുരത്തിന് വെളിയിൽ ഇതുവരെയും
ശുശ്രൂഷ നടത്തിയിട്ടില്ല. പഠനത്തിനായിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ മദ്രാസ് ലയോള കോളേജിൽ പോയി പഠിച്ചു, അല്ലെങ്കിൽ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു, അതുപോലെ തന്നെ പാരീസിൽ പോയി പഠിച്ചു. പക്ഷേ ഒരിക്കലും അവിടെ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ടല്ല പോയത്. മദ്രാസ് ലയോളയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഇടവകയുടെ ചുമതല അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയും, അവിടെ സേക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ പഠിപ്പിക്കുകയും ലയോളയിൽ പഠിക്കുകയും പള്ളി നോക്കുകയും കൂടെ ചെയ്യുന്ന ഒരു ദൗത്യമായിരുന്നു. പിന്നീട് കോളേജിൽ ആയതിനു ശേഷം 90-ൽ മാർ യോഹന്നാനീസ് കോളേജിലെ ഒരു അധ്യാപകരായി കയറി. അതിനുശേഷം പിന്നീട് ഒരിക്കലും തിരുവനന്തപുരത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ മാറിപ്പോയിട്ടില്ല, ഈ പഠനത്തിനൊഴികെയല്ലാതെ. പാരീസിൽ 2 വർഷം പഠിക്കാൻ പോയി ഒഴികെയല്ലാതെ മറ്റ് സമയങ്ങളിലെല്ലാം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു എൻ്റെ പ്രവർത്തനവും എൻ്റെ വാസവും. അതുകൊണ്ട് തന്നെ സ്ഥലത്തെക്കുറിച്ച് കാര്യമായ, ഞാൻ ആ നാട്ടുകാരനാണെങ്കിലും ആ രൂപതക്കാരനാണെങ്കിലും കാര്യമായ അവിടെ താമസിച്ചുള്ള അറിവുകൾ എനിക്ക് പരിമിതമാണ്. അതുകൊണ്ടാണ് ആശങ്കയെന്ന് പറയുവാൻ കാരണം. സഹായ മെത്രാനിൽ നിന്നും ഇപ്പോൾ മാവേലിക്കരയുടെ പുതിയ പിതാവായിട്ട് അല്ലെങ്കിൽ പുതിയ ഇടയനായിട്ട് പിതാവ് പോകുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് ഇനി ജീവിതത്തിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ദൈവം പിതാവിനെ വിളിച്ചതാണ്, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഒരു വിളിയാണിത്. ഈ ഒരു വിളിയോട് പിതാവ് എങ്ങനെയാണ് പ്രത്യുത്തരം നൽകുന്നത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് പ്രത്യുത്തരം നൽകിയത്, ഇനി എങ്ങനെയാണ് പ്രത്യുത്തരം നൽകാനായിട്ട് പോകുന്നത്? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതുവരെയും ഞാൻ വലിയ ഒരുക്കത്തോടു കൂടിയോ അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടിയോ ഒന്നുമല്ല വൈദികനായത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊരു ദൈവ പരിപാലനയാണ്. ഞാൻ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നില്ല എന്നെ സംബന്ധിച്ച്. പക്ഷേ രൂപതയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏതാണ്ട് മധ്യ തിരുവിതാംകൂറിലുള്ള ഒരു സ്ഥലം, മാവേലിക്കര, വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ സഭാപരമായിട്ടും മതസൗഹാർദ്ദത്തിൻ്റെ തലത്തിലാണെങ്കിലും മാവേലിക്കര എല്ലാവരും അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, ആദരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനെല്ലാം ഉപരിയായിട്ട് എന്നെ സംബന്ധിച്ച് മാർ യോഹന്നാനീസ് പിതാവിൻ്റെ ജന്മസ്ഥലമാണ് മാവേലിക്കര എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാവേലിക്കരയ്ക്ക് ഒരു പ്രഥമ സ്ഥാനം മലങ്കര സഭയിലുണ്ട്. കാരണം മാർ യോഹന്നാനീസ് പിതാവ് മാവേലിക്കരയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം, വീട് അവിടെയാണ്. അതുകൊണ്ട് തന്നെ മലങ്കര സഭയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം മാവേലിക്കര രൂപതയിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം എനിക്ക് അല്പം കൂടുതലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 98 ഇടവകകളുള്ള സാമാന്യം വലിയൊരു രൂപതയാണ് മാവേലിക്കര. ഒപ്പം പിതാവിൻ്റെ മാതൃരൂപത കൂടെയാണ്. അപ്പോൾ ആ രൂപതയിലോട്ട് തന്നെ ഇടയനായിട്ട് പോകുമ്പോൾ രൂപതയെ പറ്റിയുള്ള പിതാവിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അത് സ്വപ്നങ്ങളായി നിലകൊള്ളുവാൻ മാത്രം ശ്രമിച്ചാൽ പോരാ. ആ സ്വപ്നങ്ങൾ പ്രവൃത്തിയിലാക്കാനായിട്ടുള്ള പരിശ്രമമാണ് ഉണ്ടാകേണ്ടത്. അത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ദൈവ നിശ്ചയമാണ്, ദൈവ പരിപാലനയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പോകുന്ന വൈദികരുണ്ട്. ഏതാണ്ട് 100ഓളം വരുന്ന വൈദിക സംഘം അവിടെയുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പിൻബലത്തോടുകൂടി, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ
അതെല്ലാം ചെയ്തു തീർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല ഇതൊന്നും. അതിന് ഒന്നാമതായി ദൈവാനുഗ്രഹം ആവശ്യമാണ്. ദൈവം കൂടെ ഉണ്ടായിരിക്കണം. പിന്നീട് അവിടെയുള്ള ജനങ്ങളുടെ എല്ലാം, വൈദികരുടെയും ജനങ്ങളുടെയും എല്ലാം പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഒരു രൂപത എന്നുള്ള രീതിയിൽ പ്രാഥമികമായി വേണ്ട പല കാര്യങ്ങളും അവിടെ ഉണ്ട്. ഭൗതികമായ വളർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടവകകൾ നല്ല വിശ്വാസ സമൂഹമാണ്, വിശ്വാസമുള്ള ഇടവകളാണ് ഈ പറയുന്ന 98 ഇടവകകളും. ഓരോ ഇടവക എടുത്താലും നല്ല വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിക്കുന്ന ഇടവകകളാണ് 98 ഇടവകകളും. എങ്കിലും അവരെയെല്ലാം കൂട്ടി നിർത്തി ദൈവികമായ കർത്താവിൻ്റെ വചനം പങ്കുവെച്ചുകൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഇടവകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ഇടവകളും സന്ദർശിച്ച് ഇടവകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യാവുന്ന ആത്മീയമായ കാര്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിതാവ് നേരത്തെ പറയുകയുണ്ടായി പിതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭൂരിഭാഗവും തിരുവനന്തപുരത്തായിരുന്നുവെന്ന്. അപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ പിതാവ് ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് ഞാൻ പിതാവിനെ പറ്റി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വലിയൊരു ഉത്തരവാദിത്വമാണ് പിതാവിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് തന്നെ പിതാവിന് ഈ സാമൂഹിക പ്രവർത്തനങ്ങളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സിനഡാത്മക സഭയിൽ പിതാവിന് ഈ സാമൂഹിക പ്രവർത്തനങ്ങളെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സഭ ഒരു സാമൂഹ്യ സംഘടനയല്ല, സാമൂഹ്യമായ പ്രവർത്തനങ്ങൾ അല്ല അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കുക, അല്ലെങ്കിൽ സഭ അവിടുന്ന് സ്ഥാപിച്ച സഭ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോഴൊരു സാമൂഹ്യമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഭാഗമെന്നേ ഉള്ളൂ. സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെങ്കിൽ വൈദികനാകണമെന്നില്ല, അല്ലെങ്കിൽ മെത്രാനാകണമെന്നില്ല. ആർക്ക് വേണമെങ്കിലും സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം. പക്ഷേ സഭയിൽ കാലുറപ്പിച്ചുകൊണ്ട് ആധ്യാത്മികതയുടെ ബഹിർസ്ഫുരണമായിട്ടാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വരേണ്ടത്. സാമൂഹ്യ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ അതാർക്കും ചെയ്യാം, അതിന് സഭയെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ആത്മീയതയുടെ ഒരു ബഹിർസ്ഫുരണമായിട്ട് ഈ ആധ്യാത്മികത അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തെ കാണുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആത്മീയത നമ്മുടെ പ്രത്യേകിച്ച് ഓരോ ഇടവകകളിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഓരോ ഇടവകയും ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ അതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സഭ അവിടെ സാമൂഹ്യ പ്രവർത്തന സംഘടന അവിടെ ഉണ്ട്. ഈ ഓരോ രൂപതയിലുമുള്ള പോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന MSS പോലെയുള്ള മലങ്കര സോഷ്യൽ സർവീസ്, തിരുവനന്തപുരത്ത് മലങ്കര സോഷ്യൽ സർവീസ് ഉണ്ട്. അതുപോലെ മാവേലിക്കരയിലും കായംകുളം കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ കൂടുതൽ ക്രോഡീകരിക്കുന്നതിനും മനുഷ്യന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് അവിടെ ചെയ്യാൻ പരിശ്രമിക്കുന്നതാണെന്ന് മാത്രമേ എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് പറയാനുള്ളൂ. സാമൂഹ്യ പ്രവർത്തനമല്ല സഭയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിലുപരി പിതാവ് ഒരു അധ്യാപകനായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിലറായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മുടെ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും എയ്ഡഡ് സ്കൂളുകൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. ഈ ഇടയ്ക്ക് കോടതിയിൽ തന്നെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി പിതാവിൻ്റെ ഒരു വീക്ഷണം എന്താണ്?
അത് ഞാൻ മാത്രം പറയേണ്ട ഒരു അഭിപ്രായമല്ല. അത് കേരള സഭ മുഴുവനും കൂടി ആലോചിച്ച് ഒന്നിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ് ഈ കോടതിയുടെ നിരീക്ഷണവും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളും. അത് ഞാൻ മാത്രമായി ഒരു തീരുമാനം പറയുന്നത് ശരിയല്ല. പക്ഷേ ഇപ്പോൾ പോകുന്ന ഈ പോക്ക്, അതായത് നമുക്ക് ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കോടതി വിധികൾ ഏകദേശം ഒക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതിയ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ച് സ്കൂളുകൾ വളരെയേറെ ആശങ്കയുണ്ട്. നമ്മുടെ സ്കൂളുകൾ ആരെയും പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ കോളേജുകളിലായിരുന്നു ഗസ്റ്റ് ലെക്ചറർമാരുണ്ടായിരുന്നത്. ഏതാണ്ട് ആ ഒരു നിലയിലേക്ക് സ്കൂളുകളിലും എത്തിയിരിക്കുകയാണ്. ഗസ്റ്റായിട്ട് ആളുകളെ വിളിച്ച് വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം മലങ്കര സഭയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ ഒത്തിരി വേക്കൻസികൾ ഒക്കെ ഉണ്ട്. അപ്പോയിൻറ്റ് ചെയ്താൽ പോലും ഉടനടിയൊന്നും അപ്രൂവൽ ലഭിക്കാത്ത തരത്തിൽ ഉള്ള ഗവൺമെൻറ് നിലപാടുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ വളരെ ആശങ്കയോടുകൂടി വേണം കാണാനായിട്ട്. ഞാനിവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് മെമ്പർ ഒഴികെ ബാക്കിയുള്ള എല്ലാ പദവികളിലും ഞാൻ ഇരുന്നിട്ടുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായിട്ട്, ചെയർമാനായിട്ട്, അക്കാഡമിക് കൗൺസിൽ മെമ്പറായിട്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന സമിതികളിലെല്ലാം തന്നെ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഒരുമാതിരി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ നിയമങ്ങളും നിയമാവലിയുമൊക്കെ ഒരുവിധം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിലൂടെ പറയാൻ സാധിക്കും. നമ്മൾ വിദ്യാഭ്യാസപരമായി കുട്ടികളെ എംപവർ ചെയ്യുക, നമ്മുടെ കുട്ടികളെ എംപവർ ചെയ്തെങ്കിൽ മാത്രമേ സഭ വളരുകയുള്ളൂ. സഭയുടെ സാന്നിധ്യം എല്ലായിടത്തും നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കുട്ടികളെ എംപവർ ചെയ്യാതെ സാധിക്കുക. ഞാനൊരു ഇടവകയിൽ അനേക വർഷം വികാരിയായിരുന്നു. ആ ഇടവക 100 വീടിനകത്തുള്ള ഒരു ഇടവകയാണ്. ദളിത് സമൂഹത്തിൽപ്പെട്ടവരാണ് അവിടുത്തെ അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അവർ പാറയടിച്ച് ജീവിക്കുന്നവരാണ്, കല്ലടിച്ച് ജീവിക്കുന്നവരാണ്. ഞാൻ ചെന്നപ്പോൾ എന്നെ സന്തോഷത്തോടുകൂടി ഒരു മുല്ലപ്പൂ തന്നുകൊണ്ട് എന്നെ സ്വീകരിച്ച് പറയുകയുണ്ടായി, കല്ലടിച്ചില്ലെങ്കിൽ കഞ്ഞി വയ്ക്കില്ലച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുല്ലപ്പൂ തന്നെന്നെ അവിടെ സ്വീകരിച്ചു. അപ്പോൾ ഞാൻ അവിടെ വികാരിയായി ചുമതലയേറ്റു. ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ മുതിർന്ന തലമുറയിൽപ്പെട്ടവരെ ഇനിയും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം അവർക്കൊരു ജോലിയോ അങ്ങനെയുള്ളതൊന്നും അവരെ ഏതെങ്കിലും രീതിയിൽ ഉയർത്താൻ സാധിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി അവരെ ആ ഇടവകയെ ഉയർത്തണമെങ്കിൽ അവിടെയുള്ള കുട്ടികളെ, ഇളം തലമുറയിൽപ്പെട്ടവരെ പഠനത്തിലൂടെ മാത്രമേ അവരെ വളർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അതനുസരിച്ച് ഈ കുട്ടികളെയെല്ലാം, ആ ഇടവകയിൽപ്പെട്ട എല്ലാവരെയും, ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ പ്രായമായ കുട്ടികൾ, അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ പോകാൻ പ്രായമായ കുട്ടികൾ മുതൽ വിവിധ തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ പഠനത്തിനായിട്ട് വേണ്ടുവോളം പ്രോത്സാഹിപ്പിച്ചു. അത് പല രീതിയിലൂടെയാണ് ഞാൻ ചെയ്തത്. ഏതെല്ലാം രീതിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അത് ഫലം കണ്ടു. അന്ന് ഒരു ചെറിയ ഒരു ഓല ഷെഡ് മാത്രമായിരുന്ന ആ പള്ളി
ഇന്ന് എൻ്റെ ജൂബിലിയുടെ സ്മാരകമായി ഞാൻ ആ ഇടവകയ്ക്ക് ഒരു ദേവാലയം സ്ഥാപിച്ചു കൊടുത്തു. അവിടെ ഈ കുട്ടികളെല്ലാവരും തന്നെ ഇന്ന് പഠിച്ച് എല്ലാവരും ഡിഗ്രി ഉള്ളവരാണ്, PG ഉള്ളവരാണ്. അതുപോലെ തന്നെ 2 MBBS ഡോക്ടേഴ്സുണ്ട്. അതുപോലെ MTech BTech കഴിഞ്ഞവരുണ്ട്, MTech കഴിഞ്ഞവരുണ്ട്, ഓൺട്രപ്രണേഴ്സുണ്ട്. അങ്ങനെ അവരെ പഠിപ്പിച്ച് അല്ലെങ്കിൽ വളർത്താൻ സാധിച്ചത്, പഠനത്തിലൂടെ വളർത്താൻ സാധിച്ചത് വഴിയായിട്ടാണ് എനിക്കത് സാധിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അവരെല്ലാം അതോടൊപ്പം അവർക്ക് പിന്നീട് എനിക്ക് മനസ്സിലായി ഒരു ഷെഡാണുള്ളത്, അവരെ കൊണ്ടൊരു പള്ളി വയ്ക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ രജത ജൂബിലിയുടെ സ്മാരകമായി അവിടെ ഒരു പുതിയ പള്ളി സാമാന്യം നല്ല അവർക്കാവശ്യമുള്ള ഒരു മനോഹരമായ ഒരു ദേവാലയം അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ അതോടൊപ്പം തന്നെ അവിടെ വീടുകൾ ഇല്ലാതിരുന്ന ആളുകളുണ്ടായിരുന്നു. വീടില്ല, പലർക്കും വീടുകളില്ല, എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കാനായിട്ടും എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു സമൂഹത്തെ, ഒരു ഇടവകയെ വളർത്തുന്നതിന്, ഒരു സമൂഹമായി നല്ല ഒരു ഇടവകയായി വളർത്തുന്നതിന് സാധിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് ഇത്രയും പറഞ്ഞത്. പിതാവ് ഇപ്പോൾ പറയുകയുണ്ടായി വിദ്യാഭ്യാസപരമായി കുട്ടികളെ നമ്മൾ എംപവർ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള ട്രെൻഡാണ് നമ്മുടെ, പ്രത്യേകിച്ചും നമ്മുടെ കാത്തലിക് യൂത്തിൻ്റെ ഇടയിൽ കുട്ടികൾ പഠനത്തിനായിട്ടാണെങ്കിലും ജോലിക്കായിട്ടാണെങ്കിലും കൂടുതൽ യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കേരള PSCയുടെ ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ഒരു മെമ്പറായിരുന്ന ഒരു വ്യക്തിയാണ് പിതാവ്. അപ്പോൾ ഈ ഒരു സംഭവത്തെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഇതിന് വലിയൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ക്രൈസ്തവരുടെ അംഗസംഖ്യ കുറയുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവ യുവജനങ്ങളുടെ അംഗസംഖ്യയൊക്കെ ഇവിടെ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു ചോദ്യം അത്യന്തം വേദനാജനകമായ ഒരു കാര്യമായിട്ടാണ്, ഒരു വിഷയമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇതിനെ ചില നേതാക്കന്മാർ, സഭാ നേതാക്കന്മാർ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അത് ഇവിടെ നഷ്ടപ്പെട്ടാലും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരെല്ലാം പോയി ജീവിക്കുകയാണ്, അവിടെ സഭ വളരുകയല്ലേ ചെയ്യുന്നത്, അവിടെ സഭയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം സഭാ നേതാക്കന്മാരുമുണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഇത് വിദൂര ഭാവിയിൽ ഈ നമ്മുടെ കേരള സഭയെ വളരെയേറെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പള്ളികളിൽ പോകുമ്പോൾ, ഞാൻ മിക്കവാറുമുള്ള മലങ്കര സഭയിലെ പള്ളികളിലെല്ലാം പോയിട്ടുണ്ട്. പോകുമ്പോൾ കാണുന്ന വളരെ സങ്കടകരമായ ഒരു കാര്യം, അവിടെ യുവജനങ്ങളുടെ സാന്നിധ്യം തുലോം കുറവാണ്, വേണമെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കുറേ മധ്യവയസ്കരും വയസ്സരുമായ ആളുകളുടെ ഒരു കൂട്ടമായി ഇടവകൾ, സഭകൾ മാറുന്നുണ്ട്. ഒരുപക്ഷെ പെരുന്നാളുകളോടനുബന്ധിച്ച് ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് അവരെല്ലാം ഇതിൽ സംബന്ധിക്കുന്നതിനായിട്ട് പുറം നാടുകളിൽ നിന്ന് എത്തുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ പള്ളികളെല്ലാം അപ്രകാരമുള്ള ഒരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇത് ഞാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള കത്തോലിക്ക സഭയോ മാത്രം അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയില്ല. എന്തോ കുട്ടികളുടെ ഒരു വലിയ ട്രെൻഡാണ്, ഈ യുവാക്കളുടെ ഒരു ട്രെൻഡാണ് ഇവിടെ പഠനം, പ്രത്യേകിച്ച് +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് യാത്രയാവുക, ഇവിടെ നിന്ന് കയറിപ്പോവുക എന്നുള്ളത്. പെൺകുട്ടികളാണെങ്കിൽ ഭൂരിഭാഗവും നേഴ്സിംഗ് എന്ന പ്രൊഫഷനിലൂടെയാണ് അവർ നേടിയെടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് അവർ പരിശ്രമിക്കുന്നത്. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ
കുട്ടികളെ കുറ്റപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, യുവാക്കളെ. കാരണം ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ നിശിതമായി വിമർശിക്കുകയാണെന്ന് കരുതേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നതിന് കുട്ടികൾക്ക് അന്തസ്സോടെ ഒരു പഠനം കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് ഒരു ജോലി കിട്ടുമെന്നുള്ള ഒരു അഷ്വറൻസ്, ഒരു തീരുമാനം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നിന്നാൽ എന്ത് എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം. ഇവിടെ നമ്മൾ പറയുകയുണ്ടായല്ലോ, ഒരു TTC അല്ലെങ്കിൽ B.Ed, നെറ്റ്, സെറ്റ് ഇതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ പണ്ട് ജോലി എപ്പോഴെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ യുവജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷയും ഇപ്പോൾ അണഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവരുടെ മുൻപിലുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഫാക്ടറികളോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളോ കേരളത്തിലേക്ക് വരുന്നില്ല. ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ തുച്ഛമാണ്, അല്ലെങ്കിൽ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ എന്തു ചെയ്യും? കൂടുതൽ പേരും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇതിലേക്ക് തിരിയുന്നതിൻ്റെ കാരണം നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോകാൻ സാധിക്കും, എളുപ്പമാണ്, ജോലി കിട്ടും എന്നുള്ള ഒരു ചിന്ത അവരുടെ മേലുണ്ട്. അതുകൊണ്ടാണ് പഠനം കഴിഞ്ഞ് ഉടനെ വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ആൺകുട്ടികളും മിക്കവാറും ഒക്കെ ഈ ഒരു നഴ്സിംഗ് പഠനത്തിലേക്കാണ് അവരും പറ്റുമെങ്കിൽ നഴ്സിംഗ് പഠനത്തിനായിട്ട് പരിശ്രമിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് പ്രതീക്ഷയിൽ നശിച്ച ഒരു സമൂഹമായി, അല്ലെങ്കിൽ നശിച്ച ഒരു യുവജനം ആയി മാറി. അവരെ കുറ്റപ്പെടുത്തുവാൻ ഞാൻ ഒട്ടും തയ്യാറല്ല. അവരുടെ കുറ്റമല്ല അത്. ഈ സമൂഹം അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്രകാരം കുട്ടികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇതുവരെയും കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യം, ഞാൻ ഒരു പ്രത്യേക രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ, അവർക്ക് പ്രതീക്ഷയായിരുന്നു ഇവിടെയുള്ള യുവജനങ്ങൾക്ക് അവിടെ പോയാൽ ഒരു ജോലിയൊക്കെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും തച്ചുടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ പോയാലും രക്ഷയില്ല. അവിടെ പോയി പഠിക്കുന്നവർ അവിടെ സ്ഥിരതാമസമാക്കാനോ ഒന്നും സാധിക്കാതെ അവർ നിരാശരായി തിരികെ വരേണ്ട ഒരവസ്ഥയിലാണിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ യുവജനങ്ങളുടെ ഈ ഒരു കുടിയേറ്റം അത്യന്തം ആശങ്കയോടും കൂടിയാണ് സഭ മുഴുവനും കാണേണ്ടത്. ഇതിന് സഭയ്ക്ക് വളരെയേറെ പരിമിതികളുണ്ട്. എന്താണ് സഭ ചെയ്യാൻ സാധിക്കുന്നത്? സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു കാര്യത്തിൽ? ഇവിടെ എല്ലാവർക്കും ജോലി കൊടുക്കാൻ സഭയ്ക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു സംരംഭകം നമുക്ക് തുടങ്ങാൻ സാധിക്കുമോ? അതൊക്കെ നമ്മെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുള്ള സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമാണ്. അതേസമയം നമ്മുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് എന്നുള്ളതും അതിൻ്റെ കാരണങ്ങളൊന്നും ഞാൻ അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സാധിക്കാത്ത ഒരു കാര്യം അവർ മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ അവർക്ക് സാധിക്കുമെന്നുള്ള ചിന്ത ആണ് ഈ മൈഗ്രേഷന് അവരെ പ്രേരിപ്പിക്കുന്ന, യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ മലങ്കര സഭയിൽ പ്രത്യേകിച്ച് MCYM എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. MCYM-ൻ്റെ സംഘടനയിൽ പോലും യുവജനങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉള്ള യുവജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ സാന്നിധ്യം മുൻപുണ്ടായിരുന്നതിൻ്റെ കാൾ വളരെ കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിതാവ് നമ്മോട് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. സമയം പോയത് അറിഞ്ഞില്ല.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.